ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫെറ. അപ്പോൾ ഇത് നമ്മൾ മൈസൂർ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ 2 വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളൊരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. ഇതൊരു എക്സിബിഷൻസിനൊക്കെ ഇവരിങ്ങനെ പല സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യൂലേ, അങ്ങനെ ഒരു എക്സിബിഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഏതായാലും ഫ്രീ എൻട്രി ആണ്, വേറെ ക്യാഷോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ എക്സിബിഷൻസ്, ഒരുപാട് സ്റ്റാളുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മൈസൂരൊക്കെ ആകുമ്പോൾ കർണാടകയിലല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എക്സിബിറ്റ്സ്. അപ്പോൾ അങ്ങനെ പുറത്ത് പിന്നെ അതുപോലത്തെ സെറാമിക് വേസും പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ട് നമ്മൾ കയറി നോക്കിയതാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ എക്സിബിഷൻസിലൊക്കെ കയറുമ്പോഴായിരിക്കും നമ്മളെ നാട്ടിൽ കാണാത്തയും അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെവിടെയും കിട്ടാത്ത സാധനങ്ങളൊക്കെ കിട്ടുക കേട്ടോ. അങ്ങനെ നമ്മൾ കയറിയതാണ്. ഇതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ ഓർണമെൻറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകുന്നേ ഉള്ളൂ. പിന്നെ പ്രൈസ് ചോദിച്ചാൽ ഏറെക്കുറെയൊക്കെ അവർ ആൾക്കനുസരിച്ചാട്ടോ പ്രൈസ് പറയാം. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. പക്ഷേ നമുക്ക് അങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ മാത്രം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. നമ്മളൊരു കൗതുകം കൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ കണ്ടു, ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോകുന്നേ ഉള്ളൂ. അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ കശ്മീരിൽ നിന്ന് അവർ ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫുൾ എംബ്രോയ്ഡറി വർക്കായിട്ടുള്ള സൽവാർസൊക്കെയാണ്. ഇതിൻ്റെ പ്രൈസ് മാത്രമേ ഞാൻ ചോദിച്ചു, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഇതിന് 2000 എത്രയോ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ കയറിയിട്ട് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ബാത്ത് ടവൽ വാങ്ങിച്ചു. അത് കണ്ടപ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബാത്ത് ടവൽ, കോട്ടൻ്റെ. അതും പിന്നെ നമ്മുടെ മേത്തി പാപ്പടില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് അവൈലബിൾ ആവാറ്. അപ്പോൾ അതും അങ്ങനെ ആ ഒരു 2 സാധനങ്ങൾ മാത്രം. ഇതെല്ലാം നമ്മൾ പ്രൈസ് ചോദിച്ചു കേട്ടോ, പക്ഷേ എന്തോ അതിൻ്റെ പ്രൈസ് അത്രയും ഉണ്ടായിട്ടാണോ അത് ഞങ്ങളെ കണ്ടിട്ടാണോ എന്നറിയില്ല, നല്ല പ്രൈസാണ് പറയുന്നത്, നല്ല കത്തി വിലയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു ചെറിയ ബൗളിനൊക്കെ 800 900 അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മളതെല്ലാം ഒന്ന് നോക്കി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാൻ വിചാരിച്ചു. അടുത്തത് നമ്മൾ പോകുന്നത് കാർ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ അത് വരുന്നത് നമ്മളുടെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാട്ടോ. അതിൻ്റെ അടുക്ക് നല്ല കുക്കുംബർ റോഡ് സൈഡിൽ കണ്ടപ്പം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ കുറച്ചവർ കട്ട് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും വേണ്ടി തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാ കുക്കുംബർ അല്ല, അതിനേക്കാളും പിന്നെ കുറച്ച് ഇളയതാണ്. അങ്ങനെ വീണ്ടും പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. ഇങ്ങനത്തെ കൊട്ടകളൊക്കെ ഫ്രൂട്ട്സൊക്കെ വെക്കാനായിട്ട് വാങ്ങണമെന്ന് ഞാൻ കുറേ വിചാരിക്കുന്നു. അപ്പോൾ ചേച്ചിക്ക് ഞാൻ എടുക്കുന്ന വീഡിയോ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിന് മാത്രം ഒരു 3-4 കൊട്ട, അത് ബാംബൂൻ്റെ ആണെന്ന് തോന്നുന്നു, വാങ്ങിച്ചു ചേച്ചിയുടെ കയ്യിൽ നിന്ന്. നെക്സ്റ്റ് നമ്മൾ പോയത് ഇവിടെ ആയിരുന്നു കേട്ടോ, പനായ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് കാർ മ്യൂസിയം. അപ്പോൾ ഇതൊരു ലോകം തന്നെയാണ്. ശരിക്കും കാറിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഈ വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പനായൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആക്കി ഷെയർ ചെയ്യാം കേട്ടോ. എൻട്രിയിൽ തന്നെ ഇങ്ങനത്തെ നല്ലൊരു അടിപൊളി വിൻറ്റേജ് കാർ ഉണ്ടായിരുന്നു. വീരേന്ദ്ര ഹെഗഡെ എന്ന് പറഞ്ഞ ആൾ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണിത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. 50 റുപ്പീസ് ആട്ടോ ഇങ്ങോട്ടുള്ള എൻട്രി ഫീ ആയിട്ട് വരുന്നത്. മാത്രമല്ല ഒരു കാർ ഫ്രീക്കിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ മാത്രമുള്ള സംഭവം അകത്തുണ്ട്.
അങ്ങനെ അകത്തൊക്കെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് കറങ്ങി കണ്ടു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1½ മണിക്കൂർ നമുക്ക് കാണാൻ മാത്രമുള്ളൊരു സംഭവമുണ്ട് അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ടൈമായിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹൈഫ പറഞ്ഞ പോലെ നമ്മൾ ലൊക്കേഷൻ എടുത്ത് അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഒരു കോർണർ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം ഇരിക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഐസ്ക്രീംസും അതുപോലെ ഈ തിക്ക് ഷേക്സും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് അവൾ പറഞ്ഞത്. അങ്ങനെ നമ്മളവിടെ കയറി. അപ്പം 2 ഐറ്റംസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സം ലൈക്ക് ഇറ്റ് ഹോട്ട്, അതുപോലെ ചോക്ലേറ്റ് മോൾഡ്. ഈ 2 ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും കൺഫ്യൂസ്ഡ് ആവും മെനു വായിച്ചു കഴിഞ്ഞാൽ. ഈ ഫ്രഷ് ഫ്രൂട്ട്സ് ഇല്ലേ, ലിച്ചി, പിന്നെ അതിലൊക്കെ കോമ്പിനേഷൻ വരുന്ന അതും ഐസ്ക്രീമുമായിട്ട് കോമ്പിനേഷനൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷേ നമ്മളാകെ ഒരു ദിവസത്തേക്ക് പോയതാണ്. നമ്മൾ 2 പേരേ ഉള്ളൂ. നമുക്ക് മധുരം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഈ 2 സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. നമ്മളിവിടെ കോഫി, ടീ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ല. ഇവിടെ ഐസ്ക്രീംസ് മാത്രമേ ഉള്ളൂ. അപ്പം സം ലൈക്ക് ഇറ്റ് ഹോട്ട് എന്ന് പറഞ്ഞാൽ അതിൽ നല്ല ബ്രൗണി കേക്ക് കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ അടിയിൽ നല്ല ചൂടുള്ള വാനില ഐസ്ക്രീംസും അതിൻ്റെ മുകളിൽ ഇതുപോലെ നല്ല ഡ്രൈ ഫ്രൂട്ട് ടോപ്പിങ്സും പിന്നെ നല്ല ഹോട്ടായിട്ടുള്ള ചോക്ലേറ്റ് സോസും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. പിന്നെ ഇതാണ് ചോക്ലേറ്റ് മോൾട്ട്. അതൊരു തിക്ക് ഷേക്കാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ടും കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ഒരു സം ലൈക്ക് ഇറ്റ് ഹോട്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പോൾ രണ്ടും മധുരമാകുമ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മോൾട്ട് നമ്മൾ ഒരു പാർസൽ ഗ്ലാസ് തന്നെ ആയതുകൊണ്ട് അത് നമ്മൾ ഏതായാലും പാർസൽ ചെയ്ത് കയ്യിലെടുത്തു. മാത്രമല്ല നമുക്കൊരു ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു നമുക്കൊരു പ്രിഫറൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു ബെസ്റ്റ് കോഫി ഇൻ മൈസൂരിന്ന് വെറുതെ ഗൂഗിൾ ചെയ്തപ്പം നല്ലൊരു പ്ലേസ് ആട്ടോ കിട്ടിയത്. ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ്. ഇതൊരു ചെറിയ കഫേ പോലെ ഒന്നല്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു വലിയ പ്ലേസ് ആയിരുന്നു. ഒരു ഗേറ്റൊക്കെ കയറിയിട്ട് വലിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ കഫേ ഉണ്ടോയെന്നൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു കഫേ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മുന്നിൽ തന്നെ ഇതുപോലെ വലിയ ഗാർഡനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് നോക്കുമ്പോൾ കുറേ ടേബിൾസും ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. അതും ഇതുപോലെ വിശാലമായ സ്പേസാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി ഈ വെഡ്ഡിങ് റിസപ്ഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഈവൻറ്റ്സൊക്കെ നടക്കുന്ന സ്ഥലമായിരിക്കണം. ഇവിടെയൊക്കെ ഫുള്ള് ടേബിൾസും ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻസൊക്കെ നടക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സ്ഥലമായിരിക്കണം. എന്തായാലും നേരെ കാണുന്നതാണ് കഫേ. കഫേൻ്റെ പേര് മാൽഗുഡി കഫേ എന്നാണ് കേട്ടോ. ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. പുറത്തേന്ന് നോക്കുമ്പം അടിപൊളിയാണ്. അപ്പം നമ്മളേതായാലും അകത്തേക്ക് കയറി നോക്കാൻ വിചാരിച്ചു. അകത്തേക്ക് കയറിയപ്പം ഞാൻ വീണ്ടും ഭയങ്കര സർപ്രൈസ്ഡായി. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ശരിക്കും ഒരു ഹെറിറ്റേജ് ലുക്ക് ഉണ്ടായിരുന്നു. ഒരു വിൻറ്റേജ് ലുക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അകത്തൊക്കെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഇരുന്ന് സംസാരിക്കാനും അതുപോലെ കോഫി കുടിക്കാനൊക്കെ ഇതുപോലെ കുറേ ടേബിൾസും ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ റിസപ്ഷൻ ഏരിയ ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റേ ഉണ്ടെന്ന് തോന്നുന്നു. ഹോട്ടലാണെന്ന് തോന്നുന്നു. ഏതായാലും ഓരോ റൂമിലേക്ക് കയറുമ്പോൾ ഓരോ ഡിഫറെൻറ്റ് ലൈറ്റും ആംബിയൻസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും അകത്താണ് കേട്ടോ ഇതിൻ്റെ കഫേ വരുന്നത്. കഫേ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പഴയൊരു തറവാട് വീടിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ നടുമുറ്റം, അതേപോലൊരു നടുമുറ്റത്തിൻ്റെ വരാന്തയിൽ ആണ് കേട്ടോ അവർ കഫേ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു പിയാനോ ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ ചെറിയൊരു ഓഫീസ് ഉണ്ട്. പിന്നെ ഇതുപോലെ
കുറച്ച് ട്രഡീഷണലായിട്ട് സെയിൽ ചെയ്യുന്ന എന്തൊക്കെ കുറച്ച് ബാഗുകളും അവരുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ കഫേ വരുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കഫേ. അത്യാവശ്യം നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ആപ്പിൾ ടാർട്ട്, അതുപോലെ പൈനാപ്പിൾ ടാർട്ട്, പിന്നെ ക്യാരറ്റ് കേക്ക്, അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്. മാത്രമല്ല ബ്രെഡൊക്കെ ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണെന്ന് തോന്നുന്നു. അതിൽ തന്നെ അവർ സാൻഡ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് കഫേ വരുന്നത്. അവിടെ അന്നത്തെ സ്പെഷ്യൽ മെനു എല്ലാം അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കഫേ വരുന്നത്. ഒരു നടുമുറ്റത്തിൻ്റെ ചുറ്റിനും ഇതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആക്കിയിട്ടാണ് ഈ കഫേ ഉള്ളത്. ചെയർസും ടേബിളൊക്കെ ഭയങ്കര ട്രഡീഷണലായിട്ട് കേട്ടോ, ഫ്ലോറിങ്ങും. പിന്നെ അതുപോലെ ഈ നടുമുറ്റത്ത് ഒരുപാട് ചെടികളും. എനിക്ക് തോന്നുന്നു മഴയൊക്കെ പെയ്താൽ ചിലപ്പം ഭയങ്കര രസമായിരിക്കും കേട്ടോ, ഒരു വേറെ തന്നെ വൈബായിരിക്കും. ഇങ്ങനെ കാണാനും ഇരിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്പേസ് കേട്ടോ. അപ്പോൾ നമ്മൾ കോഫി കുടിക്കാനായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ 2 സ്പെഷ്യൽ കോഫി ഓർഡർ ചെയ്തു. അതുകൂടാതെ വേറെ 1-2 ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. ആപ്പിൾ ടാർട്ടും അതുപോലെ ഒരു സോസേജ് റോളും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു. ഓരോ സ്ഥലത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അവിടുത്തെ ഒരു ക്വാളിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാവുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഈ ആപ്പിൾ ടാർട്ടൊക്കെ അവർ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് കൊണ്ട് തന്നിട്ടുള്ളത്. ഉള്ളിൽ ഇതുപോലെ നല്ല രീതിയിൽ ഫില്ലിങ് ഉണ്ടായിരുന്നു. മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ മെനു ഒന്നല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയ മെനു ആണ്. എന്നാലും എനിക്ക് തോന്നുന്നു പിസ്സ ഉണ്ട്, പാസ്ത, പിന്നെ അതുപോലെ സാൻഡ്വിച്ചസൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഇതിൻ്റെ കൂടെ നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് എന്തോ ഒരു ചീസ് ആൻഡ് ക്യാപ്സിക്കം, അതിൻ്റെ ഒരു ബൈറ്റ്സും, അതുപോലെ ഒരു സാൻഡ്വിച്ചും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഫിയൊക്കെ ഭയങ്കര ഫ്ലേവർഫുൾ ആയിരുന്നു. കാരണം നമ്മൾ ബെസ്റ്റ് കോഫി അടിച്ചപ്പോഴാണല്ലോ നമുക്ക് ഈ ഒരു കഫേ കിട്ടിയത്. പിന്നെ മാത്രമല്ല വേറെ ഒരു സ്പെഷ്യൽ കോഫി ഉണ്ടായിരുന്നു അവിടെ, ഒരു കൂർഗ് സ്പെഷ്യൽ കോഫി. അത് ബ്ലാക്ക് കോഫി ആയിരുന്നു. അതിലവർ ഷുഗറിന് പകരം ശർക്കരയായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതോടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ നമ്മളിത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ തിരിച്ചു പോണ സമയത്ത് ഞാൻ ഇതുവഴിയൊക്കെ ഒന്നും കൂടെ ഒന്ന് വന്ന് നോക്കിയതാണ്, ഇനി എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ എനിക്ക് മിസ്സായിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചൊരു സ്ഥലം ഇത്രയും അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ മൈസൂർ പോകുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് ആട്ടോ. ഒന്നുമില്ല, ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല അത്ര ഒരു ക്രൗഡ് ഇല്ല, പിന്നെ ഒരുപാട് പാർക്കിങ്ങും ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്ക് വാഷ്റൂംസും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിരുന്നു. ഇനി നമ്മൾ എവിടെയും ഹോൾട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇല്ല. ഇനി നേരെ നാട്ടിലേക്കാണ്. കാരണം ഏകദേശം ടൈം ആയിട്ടുണ്ട്. രാത്രി ആവുന്നതിൻ്റെ മുന്നേ, മിഡ് നൈറ്റ് ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് കാട് ക്രോസ് ചെയ്യാനുണ്ട്. പിന്നെ അപ്പോൾ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പുറപ്പെടണം. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ്, ഇതുപോലെ കുറച്ച് ലീവ്സ്, ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക, ഈ പച്ചക്കറികൾ കിട്ടും. അപ്പം ഇവിടെ ഈ പാലക്ക് ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് പാലക്ക് മാത്രം വാങ്ങാൻ പോയി എനിക്ക് ഏതെല്ലോ ലീവ്സ് 10 രൂപ, പിന്നെ 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറച്ച് ഇലകളൊക്കെ വാങ്ങിച്ചു. ഇതൊരു മാർക്കറ്റിൻ്റെ ഒരു അറ്റാണ് കേട്ടോ. അപ്പം അപ്പുറത്ത് ഇതുപോലെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് വാങ്ങിക്കണം എന്ന് നോക്കിയതായിരുന്നു. നോക്കുമ്പം നല്ല ഫ്രഷ് ബീൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ബീൻസ് വാങ്ങിച്ചു. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പം കുക്കുംബറിൻ്റെ സീസണാണെന്ന്. കുക്കുംബറിന് ഇതുപോലെ ഭയങ്കര 2 കിലോ 50 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുക്കുംബർ വാങ്ങിച്ചു. ഇവിടുത്തെ ആളുകളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നാൽ കുക്കുംബർ വാങ്ങിക്കാൻ പോയാൽ അവർ ചോദിക്കും നിങ്ങൾക്ക് വലുതാണോ വേണ്ടത് ചെറുതാണോ വേണ്ടത്, നമുക്ക് ഏതാണോ ഇഷ്ടം അതാണ് അവർ നമുക്ക് തരിക. ഞാനിത് പറയാൻ കാരണം ഞാൻ നാട്ടിൽ നിന്നൊരു പ്രാവശ്യം പാളയത്ത് പോയിട്ട് പ്ലംസ് വാങ്ങിച്ചപ്പം 2 കിലോ ആണ് ആളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഒരു 4-5 പ്ലം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഇനി അവിടെ നിൽക്കട്ടെ, ബാക്കി ഞാൻ ഇട്ടോളാം.
കാരണം നിങ്ങളീ വലിയ വലിയ പ്ലംസ് മാത്രം എടുക്കും, ബാക്കി ചെറിയ പ്ലംസ് ഞാൻ ആർക്ക് കൊടുക്കാനാന്നും പറഞ്ഞിട്ട് അതിലേക്ക് കുറേ പുളിയുള്ള പ്ലംസും എടുത്തിട്ടു. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കാർ മ്യൂസിയത്തിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഹെൽത്തൊക്കെ ശരിയായി ഞാൻ തിരിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.